ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഓണം സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ എല്ലാതൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിലും പറ്റിയതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഉത്രാടവും തിരുവോണവും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആ 2 ദിവസത്തെ വിശേഷങ്ങളും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉത്രാടത്തിന് നമ്മുടെ റൂമിൽ ആയിരുന്നു ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മളാണ് ഫുഡ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഞങ്ങൾ തലേന്ന് രാത്രി ഇരുന്ന് ചെയ്ത കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അന്ന് രാത്രി തന്നെയാണ് നമ്മൾ പോയി സാധനങ്ങൾക്ക് മേടിച്ച് കൊണ്ടുവന്ന് ഡയറക്റ്റ്ലി നേരെ ഇരുന്നു പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. സോ എല്ലാതും കട്ട് ചെയ്തൊക്കെ വെക്കുകയാണ് കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാമല്ലോ. സോ അപ്പോൾ ഈസി ആവാനായിട്ട് രാത്രി ഇരുന്ന് കട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാ ഐറ്റംസൊന്നും ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ള ഐറ്റംസ് വെച്ചിട്ടാട്ടോ നമ്മൾ സെറ്റാക്കുന്നത്. അപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഫുള്ള് ക്ലീനൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ മെഹന്തി ഇടാനായിട്ടിരുന്നു. അപ്പോൾ രാത്രി തന്നെ മെഹന്തി ഇടാനായിട്ടിരുന്ന കേട്ടോ. അങ്ങനെ മെഹന്തിയും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് എത്താൻ അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാട്ടോ മെഹന്തിയുടെ ഫൈനൽ ലുക്ക്. പിന്നെ അപ്പോൾ സമയം അറൗണ്ട് 2 മണിയാവാറായിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ സ്ട്രെയിറ്റ് ചെന്ന് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങളുടെ രാവിലെ എഴുന്നേറ്റു. ഞങ്ങളൊരു 5:30 ഒക്കെ ആയപ്പോൾ തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ വളരെ പെട്ടെന്ന് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരത്തെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഉപ്പേരിയൊക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. സവാളയൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം എഴുന്നേറ്റിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത്. അങ്ങനെ അതും തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് അതും റെഡിയാക്കി. പിന്നെ അത് ഓരോന്നായിട്ട് സെറ്റായി തുടങ്ങി. ഫസ്റ്റ് പൊട്ടിയിട്ട് ഉപ്പേരിയൊക്കെ റെഡിയായി. അങ്ങനെ അതൊക്കെ നമ്മൾ റെഡിയാവുന്നതനുസരിച്ചിട്ട് വേറെ ബൗളിലോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അടുത്ത് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി റെഡിയായി. അങ്ങനെ ഓരോന്നും ഫാസ്റ്റായിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സാധനങ്ങളുടെ അവൈലബിലിറ്റിക്കൊക്കെ നല്ല കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു പ്രോപ്പർ സദ്യ അങ്ങനത്തെ ഒരു സംഭവമല്ല കേട്ടോ ഇത്. നമ്മൾ കുറച്ച് ഐറ്റംസ് നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ കിട്ടുന്നതൊക്കെ എടുത്ത് ഉണ്ടാക്കി അങ്ങനെ വെച്ചതാട്ടോ. അപ്പം ഉപ്പേരികളുടെ എണ്ണമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഏറി നിൽക്കുന്നത്. ബാക്കിയുള്ള സദ്യയിൽ ഞാൻ എല്ലാ ഐറ്റംസൊന്നും ഇതിലില്ല. ജസ്റ്റ് കുറേ ഉപ്പേരികളും അങ്ങനത്തെ സംഭവങ്ങളാട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്തു. അപ്പോൾ അടുത്ത് ബീട്രൂട്ട് നേരത്തെ റെഡിയായി എന്ന് പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ ക്യാബേജും ഉപ്പേരി റെഡിയാക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ പാനൽ ക്യാരറ്റും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 ഉപ്പേരിയാണ് നമ്മൾ ടോട്ടലി വെച്ചത്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഉപ്പേരികളെല്ലാം സെറ്റാക്കി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിൽ നേരത്തെ തന്നെ അതൊക്കെ സെറ്റായിട്ടോ. അപ്പോൾ പൊട്ടേറ്റോ, ബീട്രൂട്ട്, ക്യാരറ്റ്, ക്യാബേജ് അതൊക്കെ സെറ്റായി. ഇനി നമുക്ക് കുറച്ച് മെയിൻ ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ പണികളാട്ടോ ഇനിയുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബൗളുകളിലൊക്കെ ആക്കിയിട്ട്. പിന്നെ നമ്മൾ അടുത്ത പണികളിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് തേങ്ങ മേടിക്കുന്നത്. പക്ഷേ ഒരു കാശിനും കൊള്ളാത്ത തേങ്ങയായിരുന്നു. ഫുള്ള് കേടായിരുന്നു. നമുക്കത് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വെറുതെ വലിയ കാര്യത്തിൽ പൊട്ടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കി, പക്ഷേ കൊള്ളത്തില്ലായിരുന്നു. പിന്നെന്താ ഈ ഓണത്തിൻ്റെ ഒരു വൈബ് കിട്ടാനായിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ പ്ലേ ചെയ്തിട്ടാട്ടോ ഞങ്ങൾ പണികളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പോഴേക്ക് നമ്മുടെ അടുത്ത ഐറ്റം റെഡിയായി. രസവും നമ്മൾ സെറ്റാക്കി, അതുമൊക്കെ റെഡിയായിട്ടോ. പിന്നെ നമുക്കിനി കുറച്ച് പണിയും കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പായസവും അതുപോലെ സാമ്പാറൊക്കെ റെഡിയാക്കണമായിരുന്നു. സാമ്പാറിന് ആക്ച്വലി നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഈ സാമ്പാർ പരിപ്പൊക്കെ നമ്മൾ അപ്പോൾ രാവിലെ തന്നെ ഇന്ത്യൻ സ്റ്റോർ തുറന്നിട്ടാട്ടോ ചെന്ന് മേടിച്ചത്. പക്ഷേ വെജിറ്റബിൾസൊക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പരിപ്പ് മേടിച്ചു. പിന്നെ സ്ട്രെയിറ്റ് നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് റെഡിയാക്കാനായിട്ട് പോയി. അപ്പോൾ സാമ്പാർ റെഡിയാക്കി, അത് റെഡിയായി. ഇനി നമുക്ക് പായസം കൂടി റെഡിയാക്കാനുള്ളൂ. നമ്മൾ സേമിയ പായസമായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്.
വേറൊരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഭൂരിഭാഗം ഐറ്റംസ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് വെക്കുന്നത്. ഇതിന് മുന്നേ ഞങ്ങളിതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു, യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കിയിട്ടൊക്കെയാണ് മൊത്തത്തിൽ വെച്ചത്. പക്ഷേ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പാളിപ്പോയി എന്ന് പറയാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം അടിപൊളിയായിട്ട് വന്നു. അങ്ങനെ ഇതാ എല്ലാം സെറ്റായി. ഒരു 12:30 1 മണിയൊക്കെ ആയപ്പോൾ കേട്ടോ സെറ്റായത്. ഇതിനിടയ്ക്ക് നമ്മളൊരു കൂട്ടുകറി ഉണ്ടാക്കി, പിന്നെ ഒരു സലാഡ്, ചോറ്, പപ്പടം വറുത്തു, ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അങ്ങനെ പലരും പല ജോലികളായിട്ട് എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചു. ഇത്ര ഐറ്റംസ് ആട്ടോ ഉള്ളത്. ഇതിനിടയ്ക്ക് സംഭാരവും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ ഫുഡ്. ഇതിനിടയ്ക്ക് മാളു എന്താ പറയുക, ഞങ്ങൾ തലേന്ന് പോയപ്പോൾ കുറച്ച് പൂവും സംഭവങ്ങളൊക്കെ റോഡിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു, ആരും കാണാതെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞത്തവും സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന ആൾ. അപ്പോഴേക്കും എന്താ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് അവർക്ക് വരേണ്ടതേ ഉള്ളൂ, വരിക, കഴിക്കുക. അപ്പോൾ പഴവും ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊന്നും ഞാനല്ല കേട്ടോ എടുത്ത് വെച്ചത്. ഞാൻ അപ്പോഴേക്ക് റെഡി ആകാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റായി, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി വരിക, കഴിക്കുക, അത് മാത്രമേ ഉള്ളൂ പണി. അങ്ങനെ ഞങ്ങളുടെ ഹെയർ നേരത്തെ കഷ്ടപ്പാടിൻ്റെ ഇതാട്ടം നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഉണ്ടാക്കി ഇത് സെറ്റാക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെയാണോ ഇത് ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം സെറ്റാക്കാനൊന്നും അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുത്ത് പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ രാത്രി പോയതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റോറൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് പോയിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കിയത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒരു ഓട്ടം തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നു, എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെന്താ പായസമൊക്കെ കുടിച്ചു. എല്ലാം എന്താ പറയുക, ഉണ്ടാക്കിയതൊക്കെ നമ്മളങ്ങ് ആസ്വദിച്ച് കഴിച്ചു. പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറേ നേരം എല്ലാവരും കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അന്നത്തെ ഡേ കഴിഞ്ഞു. പിന്നെ ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്, തിരുവോണത്തിൻ്റെ അന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ പോവാം കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇന്ന് സാരി ഉടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് റെഡി ആവാനായിട്ടൊക്കെ പോകുന്നതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഓടി. നമ്മൾ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് അന്നത്തെ ദിവസം വലുതായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് വിഷ്വൽസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പാർക്കിൽ പോയി വൈകിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് അന്നത്തെ ദിവസം എനിക്ക് തീരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അന്ന് ഫുള്ള് പാർക്കിലായിരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നേരെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് പായസമൊക്കെ കുടിച്ചു. കുറേ നേരം അവിടെ ഇരുന്ന ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഓണം വ്ളോഗ് ഉള്ളത്. എല്ലാതൊന്നും ഞാൻ പറയില്ല, എനിക്ക് എല്ലാതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഇൻഷാ അല്ലാഹ് വരാം. സോ അതുവരേക്കും ബൈ.